ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ നിസാൻ മാഗ്നൈറ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. കുറച്ച് ഡിലേ ആയി നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൊല്ലത്തുള്ള ഞാൻ എന്തുകൊണ്ട് തിരുവനന്തപുരം വരെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് നമുക്ക് വാഹനം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം വരെ വരേണ്ടി വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ഡിലേ വന്നതും ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ഡിലേക്ക് ഒരു പരിഹാരം എന്ന പോലെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മാഗ്നൈറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ വരുന്നൊരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പം ഒരു 7 ലക്ഷം രൂപ എന്ന ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. ഒരു 3-4 വേരിയൻസ് നമുക്ക് വരുന്നുണ്ട്, 1-2 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്, CVT വരുന്നുണ്ട്, AMT വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്താണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റ് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ വേരിയൻസ് ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും ബേസ് മോഡൽ വരുന്നത് വിസിയ എന്നാണ് ഏറ്റവും ബേസ് മോഡലിൻ്റെ പേര് വരുന്നത്. അതായത് ഈ കിടക്കുന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. അതിനുശേഷം വിസിയ പ്ലസ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ചെറിയ വ്യത്യാസം, ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ചെറിയൊരു എമൗണ്ട് വ്യത്യാസവും നമുക്ക് വരുന്നുണ്ട്. അപ്പം വിസിയ വേണമെങ്കിൽ അതെടുക്കാം, അതല്ല വിസിയ പ്ലസ് മതി എന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം വരുന്നൊരു വേരിയൻ്റാണ് അസൻഡ എന്നൊരു വേരിയൻറ്റ് നമുക്ക് അതിനുശേഷം വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു വേരിയൻ്റാണ് എൻ കണക്റ്റ എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. ടെക്ന എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡാണ് ടെക്ന പ്ലസ് എന്ന വേരിയൻറ്റ്. ഈ ടെക്നയും ടെക്ന പ്ലസും നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കുറേ വേരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ വിസിയ എന്നതാണ് ഈ കിടക്കുന്ന വേരിയൻറ്റ്, ഏറ്റവും ബേസ് മോഡൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് പുതുതായിട്ട് കേൾക്കുവാണ്. നേരത്തെ ഇങ്ങനെയല്ല വേരിയൻസിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആരും മനസ്സിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇതിനൊരു ബേസ് മോഡൽ എന്ന് പറയാം. വേരിയൻറ്റിൻ്റെ പേര് നമുക്ക് എടുത്ത് പറയണ്ട. പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഈ കിടക്കുന്ന വേരിയൻറ്റിന് 7,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതാണ് ഞാൻ പറഞ്ഞത്. 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരാൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വേരിയൻ്റാണിത്. അതിനുശേഷം ഞാൻ പറഞ്ഞു വിസിയ പ്ലസ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് 7,80,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനുശേഷം ഞാനൊരു വേരിയൻറ്റ് പറഞ്ഞു അസൻഡ എന്നൊരു വേരിയൻറ്റ് ഞാൻ പറഞ്ഞു, തേർഡ് വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 8,60,000 അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം പ്രൈസിനകത്ത് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന വേരിയൻറ്റ് ഏതാണ്? എൻ കണക്റ്റ എന്നതാണ് അടുത്ത വേരിയൻറ്റ്. എൻ കണക്റ്റയിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 9,40 അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന വേരിയൻറ്റ് ഏതാണ്? ടെക്ന എന്നൊരു വേരിയൻ്റാണ് നമുക്ക് അടുത്ത വരുന്നത്. അതിലേക്ക് ഒരു സമയത്ത് നമുക്കൊരു 10,45,000 അതിന് ഓൺ റോഡ് വരുന്നുണ്ട്. ടെക്ന പ്ലസ് ആണെങ്കിൽ 10,86 ഓൺ റോഡ് വരുന്നു. അപ്പം 7,20 മുതൽ തുടങ്ങി 10,86 വരെ ഓൺ റോഡ് പ്രൈസ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നൊരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മറ്റുള്ള ബ്രാൻഡ്സിന് ഇല്ലാത്തതാണ്. നമുക്കിതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് AMT ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ AMTയുടെ പ്രൈസ് വരുന്നത് മാനുവലിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ എത്ര? 7,20. ഇതിൻ്റെ AMT മതിയെങ്കിൽ നിങ്ങൾക്ക് 7,93 ഓൺ റോഡ് വരുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് വേരിയൻറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരു 7-8 എന്ന ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൂടി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് CVT വരുന്നുണ്ട്. CVT നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അസൻഡ എന്നൊരു വേരിയൻറ്റ് മുതലാണ് CVT നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു 11,60 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CVTയിലേക്ക് പോകാം. പിന്നെ ടെർബോ മാനുവൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ കണക്റ്റ എന്നൊരു വേരിയൻറ്റ് മുതലാണ്. അതിനൊരു 10,90 നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇത്രയുമാണ് പ്രൈസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് വേരിയൻസ് ഉണ്ട്, ഒരുപാട് റേഞ്ചിൽ പ്രൈസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓൾട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന, ഒരു വാഗണറൊക്കെ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർക്ക് ഉറപ്പായിട്ട് ഇത് പരിഗണിക്കാൻ കേട്ടോ. കാര്യം ഒരു 7 ഓൺ റോഡ് വരുന്നുള്ളൂ ബേസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പരിഗണിക്കുക. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതി. പിന്നെ പറയേണ്ടത് ഡൗൺ പേയ്മെൻറ്റ്. നമുക്ക് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. അതല്ല, ഇപ്പോൾ എല്ലാവർക്കും 0 ഡൗൺ പേയ്മെൻറ്റ് കിട്ടത്തില്ല. അങ്ങനെയുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസാൻ്റെ തന്നെ ഫിനാൻസ് വരുന്നുണ്ട്. എക്സ്ഷോറൂമിൻ്റെ 100% ഒരു ഫണ്ടിങ് തരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ എന്താണ് പേ ചെയ്യേണ്ടത്? റോഡ് ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ കസ്റ്റമർ എടുക്കേണ്ടി വരും. അത് അടച്ചു കഴിഞ്ഞാൽ ബാക്കി എക്സ്ഷോറൂമിന് 100% അവർ ലോണായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. ഇത്രയുമാണ് ബേസിക്കായിട്ട് പറയേണ്ടത്. കുറച്ച് ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയി. അത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഈ വാഹനം നോക്കിയോ. അത്യാവശ്യം ആ ഒരു ബേസ് മോഡലിൽ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടി ഞാനൊന്ന് എടുത്ത് പറഞ്ഞേക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഗ്രില്ലിൽ നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. അതിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ വാഹനം ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്തത്.
നിസാൻ്റെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് എലമെൻറ്റും ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ചെറിയ മാറ്റം നമുക്ക് ഹെഡ്ലാമ്പിൽ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുന്ന സമയത്തൊന്നും അറിയാനായിട്ട് സാധിക്കത്തൊന്നുമില്ല. നോർമലി പിന്നെ ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിലാണ് ടോപ്പ് എൻഡ് വാഹനത്തിലൊക്കെ DRL വരുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് DRL വരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് DRL നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 11,000 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് DRL നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ താഴ്ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് താഴ്ഭാഗം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ടോപ്പ് എൻഡ് വാഹനത്തിലൊക്കെ വരുന്നത് പോലെ ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോസി എലമെൻറ്റ് നമുക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലും ബാക്കിലും ഒരു 4,000 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. അപ്പം ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് DRL വെക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം ഒരു ക്രോം എലമെൻറ്റ് നൽകിയിട്ടുള്ളതുകൊണ്ട് അത് വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഫോഗിലാകുമ്പോൾ പിന്നെ ഇവിടെ വരുന്ന ആ ഒരു ഗ്ലോസി എലമെൻറ്റ് കൂടി നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ വളരെ നല്ല കാര്യം തന്നെയാണ്. ആ ഒരു ഗ്ലോസി എലമെൻറ്റ് മസ്റ്റ് ആഡ് ചെയ്യണം. ബേസ് മോഡൽ എടുക്കുന്നവർ ഒരു 4,000 രൂപ റേഞ്ച് കോസ്റ്റ് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയുന്നില്ല. ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് വലിയ ക്യാരക്ടർ ലൈൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഹുഡിൻ്റെ പോർഷനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സൈഡ് പ്രൊഫൈൽ നോക്കിയോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പോരായ്മയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ടയർ സൈസ് പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത് ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആ ഒരു SUV ടൈപ്പ് വാഹനങ്ങൾ കാണുന്ന ബ്ലാക്ക് ലാഡിങ് ചുറ്റും പോയിട്ടുള്ളതായിട്ട് കാണുന്നത്. ഒരു ബ്ലാക്ക് വാഹനമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എടുത്തറിയുകയോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. 16 ഇഞ്ചാണ് ഈ ഒരു വാഹനത്തിൽ ടയർ വരുന്നത്. 195/60R16 ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ. ബേസ് മോഡൽ മുതൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടറിലായിട്ടാണ് ഒരു ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്ത് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ടറിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു മിറർ നൽകിയത്. നിങ്ങൾ എക്സ്ട്രാ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊരു ഓൾറെഡി ഒരു ബ്ലാക്ക് വാഹനം തന്നെയാണ് വരുന്നത്. മാഗ്നറ്റ് എന്നൊരു ബാഡ്ജിങ് കൂടി ആ ഒരു പോർഷനിലായിട്ട് നൽകി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഹാൻഡിൽസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്രോം എലമെൻറ്റിലാണ് വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകി അവിടെ കോസ്റ്റ് കട്ടിങ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. ആ ഒരു ക്രോം എലമെൻറ്റിൽ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആരും എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ വാഹനത്തിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നല്ലൊരു കാര്യം തന്നെ. പിന്നെ നമ്മൾ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫ് റെയിൽ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ നല്ല എന്താ പറയുക സിൽവർ ഫിനിഷിൽ നല്ലൊരു റൂഫ് റെയിൽ കൂടി വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈൽ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു അലോയ് വീൽ വേണമെങ്കിൽ ഇടുക. അതല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ബ്ലാക്ക് ഫിനിഷ് ചെയ്ത് നല്ലൊരു വീൽ കപ്പ് ഇട്ടാലും മതിയാകും. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ നമ്മൾ പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. ജസ്റ്റ് ലെങ്ത് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ ഒരു വാഹനത്തിൻ്റെ 3994 mm ആണ് ഈ ഒരു ലെങ്ത് വരുന്നത്. അതേപോലെ 1758 mm ആണ് വിഡ്ത്ത് വരുന്നത്. ഹൈറ്റിലേക്ക് ഒരു സമയത്ത് 1572 mm ഹൈറ്റ് വരുന്നുണ്ട്. വീൽ ബേസ് 2500 205 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് വരുന്നു. നമ്മൾ റിയർ സൈഡിലേക്ക് നോക്കുന്ന സമയത്താണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് നല്ല രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസും കട്ടിങ്സും ഒക്കെ പോയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. റൂഫ് റെയിലൊക്കെ ഓൾറെഡി ഉണ്ടെന്നുള്ളത് എടുത്ത് പറഞ്ഞ് സ്പോയിലറും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഹൈ ബൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഡിഫോഗർ റിയർ ഓവർ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് സെൻസർ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലോസി എലമെൻറ്റ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നിങ്ങൾക്ക് അത് എക്സ്ട്രാ നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ച് വെക്കാവുന്നതാണ്. നിസാൻ്റെ ഒരു ലോഗോയും മാഗ്നറ്റ് എന്നൊരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട്. ടെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് നേരത്തെയുള്ള ഡിസൈനുമായിട്ട് ഈ ഒരു ബേസ് മോഡലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ടോമ്പലിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് പുറമേ നിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു 336 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് സീറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പാഴ്സലിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് അത് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് ഈ ഒരു വാഹനത്തിൽ. ഇനി നേരെ അകത്തേക്ക് കയറാം. ഓൾറെഡി പറഞ്ഞു നമുക്ക് ഡോർ ഹാൻഡിൽസ് വരുന്ന ക്രോം എലമെൻറ്റിലാണ്. സെൻട്രലൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോർ പാഡാണ് നമ്മൾ ആ കണ്ണിൽ ആദ്യപ്പെടുന്നത്. നമുക്ക് ഓൾറെഡി നമുക്ക് 4 ഡോർ പവറിൻ്റെ ഈ ഒരു ബേസ് മോഡലിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നോക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് ആ ഒരു മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് ആ ഒരു പോർഷനിലും കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ള നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഓവറോൾ ഡാഷ്ബോർഡ് നമ്മൾ നോക്കുന്ന സമയത്ത്
ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഡാഷ്ബോർഡ് ഫുള്ളി നൽകിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ബേസ് മോഡൽ മുതൽ 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ലെതർ റാപ്പിഡ് ഒന്നുമല്ല സ്റ്റിയറിംഗ് വീല്, പക്ഷേ നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. അകത്തേക്ക് ഇരിക്കാൻ നമുക്ക് ലെതർ റാപ്പിഡ് ആണെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുകയുള്ളൂ. അതേപോലെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇൻസ്ട്രുമെന്റ് കസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ വാഹനത്തിന് ഇൻസ്ട്രുമെന്റ് കസ്റ്റർ നൽകിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ എലമെന്റ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് വൈറ്റ് തുടങ്ങിയ കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും. നിസാന്റെ ലോഗോ വളരെ മനോഹരമായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞു ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല, നിങ്ങളത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആകെ നമുക്ക് തോന്നിയൊരു പോരായ്മ ഫ്രണ്ട് പോർഷനിലെ താഴ്ഭാഗത്തുള്ള ആ ഒരു ഗ്ലോസി എലമെന്റും അകത്തേക്ക് വന്ന സമയത്ത് നമുക്കൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് തോന്നി. വേറെ ഒരു പോരായ്മകളും ഈ ഒരു വേരിയന്റിൽ പറയാനായിട്ട് നമുക്ക് വരുന്നില്ല. AC-യുടെ കൺട്രോൾസ് ആ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. വേറെ ഹസാർഡിന്റെ കൺട്രോൾ ബാക്കി ഇവിടെയൊക്കെ ഡമ്മി ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു AC വെന്റൊക്കെ ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്, ഫോണും കാര്യങ്ങളും വെക്കാം. താഴ്ഭാഗത്താണ് സ്പേസ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ആ ഒരു സെൻറ്ററാണ് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആംബ്രസ്റ്റോ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നു എന്ന് പറഞ്ഞ് കണ്ടോ, ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം കിടക്കുന്നത്. സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കളർ തീമൊക്കെ നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നു. മോശമല്ലാത്ത രീതിയിൽ പറയാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. പല വാഹനങ്ങളും അത് ഒഴിവാക്കുന്നതാണ്. മിറർ വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ ഉണ്ടോ നോക്കാം. ടിക്കറ്റ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ബേസ് മോഡലിൻ്റെ ഡാഷ്ബോർഡ് ഒരു ഇന്റീരിയർ ഡിസൈൻ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. ഇനി ജസ്റ്റ് നമുക്ക് റിയർ സീറ്റിൽ കയറി അവിടെയും കൂടെ നോക്കാം. കാരണം ആ ഒരു റിയർ സീറ്റിൽ കയറുന്നതിന് മുന്നേ ഡോർ പാഡ് നോക്കി ഒരു റിയർ പ്രൊഫൈലിൽ ഫ്രണ്ടിൽ കണ്ടതുപോലെ ആ ഒരു സോഫ്റ്റ് മെറ്റീരിയലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും പവർ വിൻഡോ കൺട്രോളും വരുന്നുണ്ട്. റിയർ AC വെൻ്റെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ആംബ്രസ്റ്റ് നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കതിനകത്ത് വെക്കാം, ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും. പിന്നൊരു കാര്യം, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ബേസ് മോഡലിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ആംറെസ്റ്റും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സ്റ്റോറേജ് സ്പേസ് എന്തെങ്കിലും ബോട്ടിലോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ്. അതുപോലെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു ലൈറ്റ് നൽകി ഫ്രണ്ടിൽ ഓൾറെഡി വരുന്നുണ്ട്. ഈ ഒരു റിയർ സീറ്റിലും വരുന്നുണ്ട്. പാഴ്സൽ ട്രേ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വെക്കാനെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ റിയർ പ്രൊഫൈലും കമ്പനി ഡിസൈൻ ചെയ്തു. ഇനി നേരെ നമുക്ക് എഞ്ചിനിലേക്ക് പോകാം. 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു. പക്ഷേ 2 നമുക്ക് 1 ലിറ്റർ തന്നെയാണ് വരുന്നത്. ടെർബോയും വരുന്നുണ്ട്. ഒരു നോർമൽ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. ടെർബോയിലേക്ക് വരുന്ന സമയത്ത് 1 ലിറ്റർ 3 സിലിണ്ടർ തന്നെയാണ് വരുന്നത്. 100 PS അതേപോലെ 160 Nm ടോർക്ക് നമുക്ക് ആ ഒരു ടെർബോ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ഓപ്ഷൻ വേണമെന്നുള്ളവർക്ക് ടെർബോയിലേക്ക് പോകാവുന്നതാണ്. CVT നമുക്ക് അവൈലബിൾ ആണ്. 20 കിലോമീറ്റർ റേഞ്ചിലാണ് ടെർബോയ്ക്ക് കമ്പനി പറയുന്നത്. അല്ല, ഈ നോർമൽ എഞ്ചിൻ ആണെങ്കിൽ 1 ലിറ്റർ 3 സിലിണ്ടർ ആണ്. 72 PS 96 Nm ടോർക്കുമാണ് വരുന്നത്. അതിന് ഏകദേശം ഒരു 19 20 റേഞ്ചിൽ തന്നെയാണ് കമ്പനി അതിനും മൈലേജ് നമുക്ക് അവകാശപ്പെടുന്നത്. അപ്പം ഈ ഒരു ബേസ് മോഡലിലൊക്കെ നമുക്ക് ടെർബോ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ എഞ്ചിനെ വരുന്നത് 72 PS 96 Nm ടോർക്കും വരുന്ന ഒരു എഞ്ചിനായിരിക്കും നമുക്ക് കിട്ടുക. ആ ഒരു എഞ്ചിൻ റൂമിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോശമല്ലാത്ത രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ സ്പേസ് ഉണ്ട്. ഇൻസുലേഷൻ ഓൾറെഡി കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് മാഗ്നറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനം. ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. മോശമല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സും ഒക്കെ വരുന്നൊരു വാഹനമാണ്. അപ്പോൾ 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് പരിഗണിക്കാവുന്നതാണ്. വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ്. താഴത്തെ നമ്പറിൽ വിളിക്കുക.